ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇന്നത്തെ ഫുൾ ഡേ ഇട്ടിട്ടോ. ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഇന്നത്തെ വീഡിയോ തന്നെയാണ് ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ തൊട്ടേ ഉള്ള വിശേഷങ്ങളാണ് കേട്ടോ. കാരണം ഇന്നിവിടെ സ്കൂളില്ല. തൈപ്പൊങ്കലിൻ്റെ പ്രമാണിച്ച് നമുക്ക് വയനാട്ടിൽ സ്കൂളില്ല കേട്ടോ. ആറ് ജില്ലകളിലാണ്ട് സ്കൂളില്ല തോന്നുന്നുണ്ട് കേട്ടോ. സ്കൂൾ മാത്രമേ അവധിയുള്ളൂ. അന്നേരം 6 ജില്ലകളിൽ നിന്ന് അവധിയാണ്. അന്നേരം കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അന്നേരം ഇപ്പോൾ രാവിലെ ചപ്പാത്തിയും സാമ്പാറാണ് കേട്ടോ. സാമ്പാർ ഇന്നലത്തെ സാമ്പാറുണ്ട്, അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. അന്നേരം പിന്നെ കറിയോ ഉപ്പേരിയോ അങ്ങനത്തെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ വെക്കാനുണ്ട്. രാവിലത്തെ സാമ്പാറും ഇന്നലത്തെ സാമ്പാറുള്ളതുകൊണ്ട് രാവിലെ അത് മതിയല്ലോ. അന്നേരം കുറച്ച് കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം കുഞ്ഞാപ്പൂക്കുട്ടി ഇപ്പോൾ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. അധികം നേരം ഒന്നും ആയിട്ടില്ല അവൾ എണീറ്റിട്ട്. രാത്രി മുഴുവൻ ചുമയാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ കുറച്ച് നേരം കിടന്നുറങ്ങും. നമ്മൾ ഉറക്കം പോകുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉണക്കമീനാണ് കേട്ടോ ഇന്ന് കറി വെക്കണത്. അന്നേരം അതിന് ഉണക്കമീനൊക്കെ മുറിച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് സാധാരണ നമ്മൾ മീൻ കറി വെക്കുമ്പോൾ തന്നെ ഉണക്കമീൻ്റെ കറിയൊക്കെ ഞാൻ ഇതിൽ മുന്നേ കുറേ തവണ ഇട്ടുകൊണ്ട് അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുക്കണില്ല. ഇങ്ങനെ ഓടി അങ്ങ് പോകുന്നു എന്നുള്ളൂ കേട്ടോ. അതായത് തേങ്ങ ചിരകി പൊട്ടിക്കണ സമയം കൊണ്ട് പൊന്നൂസ് ക്ലാസ്സുമായിട്ട് വന്നു. കുഞ്ഞാപ്പ് പല്ലിയേക്കാൻ പോകാൻ ഒരു അംഗം കഴിഞ്ഞിട്ടാണ് കേട്ടോ പല്ലിയേക്കാൻ പോയത്. പല്ലിയേക്കാൻ പോയിട്ട് തന്നെ പുഴയിലൊരു വീഴ്ചയൊക്കെ വീണു എന്നും പറഞ്ഞ് അവിടുന്ന് പല്ലിയേക്കാണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പല്ലിയേച്ച് കൊടുക്കണം എന്നുള്ള വാശിയായി. അങ്ങനെ കുറേ നേരം കരച്ചിലും പിഴിച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആളൊന്ന് പല്ലിയേച്ച് വന്നത്. അത്തേക്കും ചായയും കടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണക്കമീൻ കറിയും കാബേജ് ഉപ്പേരിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. എല്ലാവരും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അന്നേരം ഉണക്കമീൻ കറി നമ്മളെ സാധാ മീൻ കറി തന്നെ. എൻ്റെ ഇതിൽ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാത്ത. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നാടൻ രീതിയിൽ ഞങ്ങൾ ഉണക്കമീൻ കറികളൊക്കെ കേട്ടോ. അവർ അന്നന്നത്തുള്ള വീഡിയോസുകളാണ് എൻ്റെത് അധികവും വരാറ്. ഇന്നത്തെ വിശേഷങ്ങൾ രാവിലത്തെ വിശേഷങ്ങൾ രാവിലെ മോർണിംഗ് വീഡിയോ ആയിട്ടും വരും. വൈകുന്നേരത്തെ ഒരു ദിവസം മുഴുവനായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ വൈകുന്നേരം വീഡിയോ ആയിട്ട് വരുന്നത്. അല്ലാണ്ട് തലേ ദിവസത്തെ വീഡിയോസുകളൊക്കെ വരുന്ന കുറഞ്ഞ സമയം ദിവസങ്ങളിലൊക്കെയാണ് കേട്ടോ അങ്ങനെ വരാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഞാനൊരു 7:30 മണിയൊക്കെ ആകുന്ന വീഡിയോസ് ഇടാം. കാരണം വൈകുന്നേരം വരെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്ത് ഇട്ട് അപ്ലോഡായി വരുമ്പോഴത്തേക്കും 7:30 മണിയൊക്കെ ആവും കേട്ടോ. അതുകൊണ്ടാണ് അത്ര നേരം ആവണത്. പിന്നെ കാബേജ് അരിയുണ്ട് കേട്ടോ. കാബേജ് നമ്മളങ്ങനെ എപ്പോഴും മേടിക്കാറില്ല കേട്ടോ. ഇവിടെ വല്ലപ്പോഴൊക്കെ കാബേജ് മേടിക്കാറുള്ളൂ. അന്നേരം പിന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും ഒന്നും വലിയ താല്പര്യമില്ല. ചക്കരക്കൊക്കെ സ്കൂളിൽ നിന്ന് മിക്ക ദിവസം കാബേജ് ഉപ്പേരിയൊക്കെ കിട്ടുന്നതുകൊണ്ട് അവർക്കൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷേ എനിക്ക് കാബേജ് ഉപ്പേരിയും നമ്മൾ ചൂട് ചോറൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കറിയൊന്നും കൂട്ടാതെ കാബേജ് ഉപ്പേരിയും ചോറും കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ രാവിലെ ചപ്പാത്തി കഴിച്ചിട്ടില്ല കേട്ടോ. കാബേജ് ഉപ്പേരിയും ചോറുമാണ് ഞാൻ കഴിച്ചത്. അല്ല കുഞ്ഞാപ്പുക്കുട്ടി അതിലേ കളിച്ചോണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചപ്പാത്തി കഴിക്കാൻ കൊടുത്തിട്ട് ഫോണില്ലാണ്ട് കഴിക്കില്ല എന്ന വാശിയിലും അവിടെ കുറേ നേരം കരഞ്ഞു കൂട്ടാ. അന്നേരം വീഡിയോ എടുക്കുന്നതുകൊണ്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടേ ഫോൺ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ എനിക്ക് ചപ്പാത്തി വേണ്ട, ഞാൻ കഴിക്കുന്നില്ല എന്നുള്ള വാശിയിലായി. അങ്ങനെയൊക്കെ പോയി ആളങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഫോണില്ലാതെ രാവിലെ ഫുഡ് കഴിക്കുന്ന ഒരു പരിപാടിയില്ല. രാവിലെ എന്നല്ല, രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊരു ശീലമായി പോകുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടില്ലായില്ല. പിന്നെ വയ്യായതല്ലേ കരയിക്കണ്ടെന്നൊക്കെ വിചാരിച്ച് പോകുന്നതാണ്. അത് കാബേജ് ഉപ്പേരിയിൽ നമ്മൾ തേങ്ങയൊന്നും ഇടുന്നില്ല കേട്ടോ. തേങ്ങ ഇടാണ്ടാണ് നമ്മൾ കാബേജ് ഉപ്പേരി വെക്കണത്. കാബേജിൽ ഏറ്റവും കൂടുതൽ വിഷടിച്ച് വരുന്ന സാധനം എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അത് സത്യമാണ് താനും. കാബേജിലൊക്കെ ഒരുപാട് വിഷം. അത് ഇല ഇങ്ങനെ തിങ്ങിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ വിഷമൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് കാബേജ് വെക്കാൻ തന്നെ പാടുള്ളൂ. പിന്നെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. മക്കളുള്ളത് കൊണ്ട് തന്നെ തലേ ദിവസമെല്ലാം കുറേ വെട്ടിപ്പറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊടിയൊക്കെ വീണ് കഴിഞ്ഞാൽ അടിച്ചു വാരി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ മണ്ണാവലിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം കയറി തട്ടുന്നുണ്ട് കേട്ടോ. ആ തട്ടുന്ന സാധനം കയറി നിൽക്കുന്ന സാധനം ആരും നോക്കേണ്ടത് പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. ആരും പേടിക്കണ്ട കേട്ടോ. മറിഞ്ഞിട്ട് വീഴൊന്നുമില്ല. നല്ല സേഫ്റ്റി ആയിട്ട് നിൽക്കും കേട്ടോ. അതിൻ്റെ മുകളിൽ കയറി നിന്നാലേ എനിക്ക് മുകളിലേക്ക് എത്തുള്ളൂ. അന്നേരം ആരെങ്കിലും ഉള്ളപ്പോഴാണ് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് തന്നെയാണ് അധികം ഞാൻ മണ്ണാമലയൊക്കെ തട്ടിയിടല്. കാരണം എത്ര വെയിറ്റ് വേണമെങ്കിലും അതിനെ താങ്ങും. ശ്യാമേട്ടനൊക്കെ പെയിൻറ്റിൻ്റെ പണിക്ക് പോകുമ്പോൾ ഇത് 2 3 ഒക്കെ കയറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ടൊക്കെയാണ് കേട്ടോ പെയിൻ്റ് അടിക്കുക. ഇവിടെ അന്നേരം ഞാൻ അതിൻ്റെ മുകളിലാണ് കയറി നിൽക്കുക. അത്യാവശ്യം ഹൈറ്റ് പരിപാടിയൊക്കെ ചെയ്യണത്. അന്നേരം പിന്നെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു മണ്ണാമല തട്ടാൻ. ഇവിടെ ഇങ്ങനെ ഞങ്ങൾ പ്ലാസ്റ്റിക് അടിക്കാത്ത ഈ പുറത്തെ മുറിയിൽ ആരും അങ്ങനെ കിടക്കാറൊന്നും ഇല്ലല്ലോ. അന്നേരം നമ്മൾ അലക്കുലത്തെ സാധനങ്ങൾ മുഴുവനാണ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കൂട്ടി വെച്ചേക്കുന്നത്. ശ്യാമേട്ടൻ്റെ പണി സാധനങ്ങൾ, ഇവിടുത്തെ ബാക്കി വരുന്ന സാധനങ്ങൾ, എൻ്റെ തുണി അടിക്കണ മെഷീന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആ മുറീൻ്റെ അകത്തുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ആ മുറിയിൽ അങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും അടിക്കാത്തത്. പകുതി അടിച്ച് വെച്ചേക്കുന്ന പൂച്ച കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ചു വെച്ചത്. അവിടെയൊക്കെ നിറച്ച് മണ്ണാമല പിടിച്ചിട്ടുണ്ട്. അനിയൻ്റെ ഭാര്യ ഉണ്ട് കേട്ടോ അപ്പുറത്ത് നിൽക്കണം. അവളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടലും മുട്ടലൊക്കെ കേട്ടോ. ഇവരെ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട്. പൊന്നൂസ് ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് വന്നിട്ടില്ല കേട്ടോ. അതിപ്പോൾ രാവിലെ ഏകദേശം ഒരു 9:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും.
അടിച്ചു വാരലും കഥ പറയലും കൂടെ ഒന്നിച്ചാണ് കേട്ടോ നടക്കണേ. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ ചക്കര ഇന്നലെ കൊണ്ടുപോയിട്ട് പാദസരം കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നു കേട്ടോ. പാദസരം എവിടെ പോയി ഇതൊരു പിടിയില്ല. സ്കൂളിൽ പോയോ വരുന്ന വഴിക്ക് പോയോ വീട്ടിൽ പോയോ ഒന്നും അവൾക്ക് അറിയത്തില്ല കേട്ടോ. ഇന്നലെ രാത്രി 7 മണിയായപ്പോൾ എന്നോട് പറയാം, അമ്മ എൻ്റെ ഒരു കാലത്തെ പാദസരം കാണാനില്ല. ഞാൻ ചോദിച്ചു എവിടെ പോയി ചക്കര, നീ കുളിക്കുമ്പോൾ കാലിലുണ്ടോ? ആൾക്ക് വലിയ ഓർമ്മയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എന്നാലും ഒരു കാലിന്ന് വീണ് പോകുമ്പോൾ അറിയില്ല, അതിനൊരു ബോധമില്ല. ഇപ്പോൾ ആ പാദസരം വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 5-6 മാസം ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ കയറുപിരിയുടെ പാദസരം ഞാൻ മേടിച്ചത്. കാരണം ഇവർക്ക് എപ്പോഴും പാദസരം പൊട്ടിപ്പോകുന്നൊരു പ്രശ്നമുണ്ട്. അതിന് കയറുപിരി പോലെ ഇരിക്കുന്ന പാദസരം മേടിച്ചത് പെട്ടെന്ന് പൊട്ടിപ്പോണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അതിനി കൊളുത്തൂരിപ്പോയതാണോ എവിടെയെങ്കിലും വീണ് ഒന്നും അറിയത്തില്ല. പാദസരം ഒരു അയവ് പോലും സംഭവിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഒരു പാദസരം കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റി മേടിക്കണമെങ്കിൽ ഒരു 1000 രൂപേൻ്റെ മുകളിൽ എന്തായാലും നമ്മൾ കൂട്ടിയാലേ ഒരു പാദസരം മേടിക്കാൻ നടക്കുള്ളൂ. വെള്ളിക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. അതിനിപ്പോൾ കുറച്ച് നാൾ അവിടെ ഇടാണ്ട് നടക്കട്ടെ, അതെന്നാലേ പഠിക്കത്തുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ കൊണ്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയല്ലേ. അന്നേരം അതിങ്ങനെ അനിയൻ്റെ ഭാര്യേനോട് ഇങ്ങനെ ആ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഇവൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാനതൊക്കെ കണ്ടത്. പിന്നെ ഇത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അലക്കാൻ പോവാണ് കേട്ടോ. അലക്കാൻ ഇപ്പോൾ രാവിലെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. രാവിലെ ഇവർ പക്ഷേ രാവിലെ സ്കൂളിൽ പോകുകയാണെങ്കിലാണ് ഊരിയിടുള്ളൂ. അന്നേരം പിന്നെ കുറേ ഉണ്ടാവും അലക്കാൻ. പിന്നെ അല്ലെങ്കിൽ കുഞ്ഞാപ്പൂൻ്റെ ഷാമാട്ടൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രാവിലെ അലക്കാൻ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അന്നേരം ഈ വഴിയിലൊക്കെ ഇങ്ങനെ ചപ്പ് വീണടക്കാൻ നിങ്ങൾ നോക്കണ്ട. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. നമ്മൾ രാവിലെ മുറ്റടിച്ചു വാരിയാലും ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും വീട് ചപ്പുകൾ മുഴുവൻ വീണ് നടക്കും കേട്ടോ. കാരണം ഈ ഓടേൻ്റെയും പ്ലാവിൻ്റെയും അതിൻ്റെയും ഒക്കെ ഉള്ള മുളയുണ്ടായി. അനിയൻ്റെ വീട്ടിൻ്റെ സൈഡിൽ മുള വെച്ചിട്ടുണ്ട്. അന്നേരം അതിൻ്റെയൊക്കെ ഇലകൾ ഇങ്ങനെ വീഴും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും മുറ്റത്ത് ചപ്പുണ്ടാവും. അമ്മയുണ്ടെങ്കിൽ ഒരു ദിവസം 2 പ്രാവശ്യമൊക്കെ അടിച്ചു വരും കേട്ടോ. അമ്മ രാവിലെയും വൈകുന്നേരമൊക്കെ അടിച്ചു വരും. പിന്നെ ഞങ്ങൾ കുറച്ച് മടിയന്മാരായതുകൊണ്ടെന്ന് പറയാൻ പറ്റും. അമ്മയില്ലെങ്കിൽ ഞാൻ അടിച്ചു വരില്ല കേട്ടോ. അമ്മ അടിച്ചു വരുമല്ലോ എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ അടിച്ചു വരാണ്ട് അവിടെ കേട്ടോ. വെള്ളമൊക്കെ നല്ല തെളിച്ചുണ്ട് കേട്ടോ. പിന്നെ അലക്കി വെച്ചിട്ട് നേരെ അപ്പുറം പോവാണ്. കാരണം ചെടികളെ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ കുറേ ദിവസമായില്ല അങ്ങോട്ട് പോകൽ കുറവല്ല. അന്നേരം ഒന്ന് പോയി എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി അവരെ ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അന്നേരം വെള്ളം നനച്ചിട്ടില്ല. വെള്ളം നനയ്ക്കാത്തതുകൊണ്ട് നനവുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോക്ക് പോണേ. കുഞ്ഞാപ്പക്കുട്ടി മോളിലുണ്ട്. അന്നേരം അവളെ കൂട്ടാണ്ടാണ് ഈ പോകണം. അന്നേരത്തേക്ക് അവിടുന്ന് അലോൺസ്മെൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങോട്ട് പോകുന്ന മോളിൽ നിന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് കാണാം. നമ്മൾ വീട്ടിൽ നിന്ന് നോക്കിയാൽ കറക്റ്റ് കാണാം കേട്ടോ. എൻ്റെ ഞാനും ചക്കരയും കൂടിയാണ് ഈ പോകുന്നത്. അന്നേരം അത്യാവശ്യം നനവുള്ളത് കൊണ്ട് തന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. വൈകുന്നേരം കുറച്ച് ചെടികളും കൂടെ നടാനുണ്ട്. ആ ഒരു കണ്ടീഷനിൽ വന്നാണ് കേട്ടോ. ചെടികൾ എന്ന് പറയാൻ വലിയ ഉഷാറൊന്നും ആയിട്ടില്ല. വളം എന്തെങ്കിലും ഇട്ട് കൊടുത്താലേ ഇനി ഉഷാറാവുള്ളൂ. നട്ടിട്ടല്ലേ ഉള്ളൂ. 14 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം വളം എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാൻ. അത് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ 1-2 ചെടി നമ്മളെ ചാണകത്തിൽ നിന്നാണോന്ന് അറിയില്ല, ചെതല് കടിച്ചിട്ട് ചെടീൻ്റെ തണ്ട് ഒടിഞ്ഞു പോയിട്ട് 2-3 ചെടി നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. തണ്ട് ഇങ്ങനെ പൊട്ടി അവിടെ ഇങ്ങനെ എന്തോ ഒരു വാട്ടം വന്നു. പിന്നെ ഞാനത് എടുത്ത് കളഞ്ഞു. പിന്നെ നമ്മൾ വീഡിയോസ് ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് കൂട്ടാക്കണം കേട്ടോ. കൂട്ടാക്കിയിട്ട് എല്ലാവരും കാണാം. വീഡിയോസ് കാണുന്നവർ പകുതിയിലേറെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. നിങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ കുറച്ച് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പരമാവധി വീഡിയോ ലെങ്ത്ത് കുറച്ചാണ് ഇടുന്നത്. ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുള്ളൂ. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ. എന്നും എൻ്റെ ഈ അടുക്കളയും എൻ്റെ വിശേഷങ്ങളും മാത്രം കാണുമ്പോൾ നിങ്ങൾക്കൊരു ബോറടി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലെങ്ത്ത് കൂട്ടാത്തത്. പിന്നെ കുക്കിംഗ് വീഡിയോസ് നല്ല എന്നൊന്നും പരീക്ഷണങ്ങളൊന്നും നമുക്ക് നടക്കത്തില്ലല്ലോ. അന്നേരം നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധാ കുക്കിങ്ങും കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അന്നേരം വലിയ വലിയ VIP കുക്കിംഗ് ഒന്നും നമ്മളെ വീട്ടിലുണ്ടാവില്ല. അന്നേരം എപ്പോഴും ഈ ഒരു ചോറും കറിയും വെപ്പും ഈ പുഴയും ഈ മുറ്റടിക്കലും തന്നെ കണ്ട് നിങ്ങൾക്കും ബോറടിക്കും എന്ന് എനിക്കറിയാം. അറിയായികയൊന്നുമല്ല കേട്ടോ. പിന്നെ എന്ത് ചെയ്യാനാന്നേ, വല്ലപ്പോഴൊക്കെ നമുക്ക് വേറെ വീഡിയോസൊക്കെ ചേഞ്ച് ചെയ്യാമെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുമെങ്കിലും നടക്കുമെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അവരെല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ഇടുക. വീഡിയോസ് എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വഴുതനങ്ങ ചെടിയൊക്കെ ലേശം ഇലയൊക്കെ വലുതായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം അതൊക്കെയാണ് നമ്മളെ പച്ചക്കറി വിശേഷങ്ങൾ. പിന്നെ ചീരത്തൈ കൊണ്ടുവച്ചിട്ട് കുറേ ദിവസമായിട്ടോ. പക്ഷേ ചീരത്തൈ വലിപ്പം വെച്ച് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് നടാത്തത്. എന്നാലും വൈകുന്നേരം കൊണ്ടുപോയി നടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ. അന്നേരം ഈ ചക്കരയാണ് ഇതൊക്കെ വീഡിയോസ് വെച്ചത്. ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൾ എത്തിയത്. അന്നേരം തുണി അറിയിടാൻ വേണ്ടി പോകുമ്പോഴാണ് അവൾ അക്കരെ നിക്കരേക്ക് വന്നത്. പിന്നെ ഈ പൂ നിങ്ങളൊക്കെ വീട്ടിലുണ്ടോ? നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൂ വിരിഞ്ഞ് നിൽക്കണ കാണാൻ. ഈ പൂവ് നിറച്ച് ഇതിൻ്റെ സീസൺ, ഈ മഞ്ഞ് സീസണിലാട്ടോ നിറച്ച് വിരിയുക. നമ്മൾ മുറ്റത്ത് നിറച്ചുണ്ടായിരുന്നു. അല്ല ശ്യാമാട്ടൻ എന്താക്കി, പിന്നെ പ്ലാസ്റ്റിക് കെട്ടുന്ന സമയത്ത് അത് മൊത്തത്തിൽ അങ്ങ് ചോലയടിച്ച് കളഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ നിറച്ച് പൂത്ത് നിൽക്കുന്നതാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞും കൂടെ വീണ് നിൽക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. ചക്കരയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. പൊന്നൂസിനോട് ഞാൻ അടിച്ചുവാരി, ഞാൻ കുറച്ച് ഭാഗം അടിച്ചുവാരി. അന്നേരം അവൾ ചാവിടിച്ച് എണീക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ബാക്കി നീ അവിടെ അങ്ങ് അടിച്ചുവാരിയിട്ട് തുടച്ചോന്ന് മണ്ടി ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് പോയത്. ഒരാളവിടെ അടിച്ചുവാരലും തുടക്കലൊക്കെ നടക്കുന്നുണ്ട്. കുഞ്ഞാപ്പക്കുട്ടി ഇതിലേ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ.
ഇത് കഴിഞ്ഞ ദിവസം ചക്കര സ്കൂളിൽ നിന്ന് ഉണ്ടാക്കി പഠിച്ചിട്ട് വന്നാൽ തോന്നുന്നു സ്റ്റാർ ഉണ്ടാക്കുന്നത്. കുഞ്ഞാപ്പൂ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. പുസ്തകത്തിൻ്റെ പഴയ പുസ്തകത്തിൻ്റെ ഒക്കെ വെച്ചിട്ട് സ്റ്റാർ ഉണ്ടാക്കി കൊടുത്താണ്. ആൾ ഞാൻ പോകുന്ന പോക്കിൽ എന്ത് ചെയ്തു എന്നറിയാം, അവളുടെ മുഖത്ത് എൻ്റെ നനഞ്ഞ കൈയായിരുന്നു. ആ നനഞ്ഞ കൈ കൊണ്ട് പതുക്കെ ഒന്ന് തൊട്ടുപോയിട്ടോ. ആ സ്റ്റാറിനെ എല്ലാം കൂടെ അല്ലേ ഇങ്ങനെ കൂട്ടിയിട്ട് ഒറ്റ ഇറങ്ങി വെച്ച് കൊടുത്തു കേട്ടോ. ഞാൻ നാശാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ആ ഇറങ്ങി വരുന്ന വരുത്താണ് ഞാൻ തൊട്ടത്. എനിക്ക് പിന്നെ ചക്കര വേറെ ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. അതാണ് ആൾ ഓരോ സമയത്ത് ഓരോ മൂടായിരിക്കും ആൾക്ക്. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ വീഡിയോ ആണ് എടുത്തത്. പിന്നെ ഉച്ചക്കത്തെ വിശേഷങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെ കറക്റ്റായിട്ട് വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല. കറണ്ട് പോക്കും വരുത്തും തന്നെയായിരുന്നു പരിപാടി. പിന്നെ വൈകുന്നേരം ഞങ്ങൾ മിച്ചറും ചിപ്സും ബിസ്ക്കറ്റും ഒക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. കുഞ്ഞാപ്പുക്കുട്ടി കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ന് കണ്ണെഴുതി പൊട്ടൊക്കെ വെച്ചു കേട്ടോ. സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആൾ വട്ടം സമ്മതിച്ചില്ല കേട്ടോ. ആൾക്ക് തീരെ ഇഷ്ടമല്ല പൊട്ടൊന്നും വെക്കണം. പിടിച്ചു വെച്ചിട്ട് എങ്ങനെയൊക്കെ പൊട്ട് വയ്ക്കുകയാണ് കേട്ടോ. അവർ കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ചപ്പോഴാണ് നമ്മളെ ചെടി നടുന്ന കാര്യം ഓർമ്മ വന്നത്. പിന്നെ എണ്ണ തേച്ചിട്ട് പിന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ആ കുളി കഴിയുമ്പോഴത്തേക്ക് എണ്ണ തേച്ച് കുറേ നേരം അവിടെ നടന്നു. കാരണം കുറേ ദിവസമായി തലയ്ക്ക് എണ്ണ വെച്ച് കുളി കുറച്ച് കുറവായിരുന്നു. എണ്ണ തേച്ച് കുറച്ച് നേരം അങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ എന്താക്കി തൈയൊക്കെ നടാൻ പോയി. കുട്ടികളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് തൈ നടാൻ പോയത്. ഒരാളെ കുളിപ്പിച്ചിട്ട് എന്ത് കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കിട്ടിയ അവസരം ഇവർക്ക് ഇവിടെ വന്ന ഈ മണ്ണ് കളി ഭയങ്കരമാണ് കേട്ടോ. ചക്കര 100 വിളിക്കുന്നുണ്ട്. ഒരു കുലുക്കല്ലാണ്ടിരുന്ന് മണ്ണ് കളിക്കുകയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ മണ്ണ് കളിക്കാൻ കിട്ടൂലല്ലോ. അവിടെ അങ്ങനെ മണ്ണ് കുറവല്ലേ കളിക്കാനേ. ഒരാൾ ഇരുന്ന് മണ്ണ് മാന്താണ്. എനിക്ക് കുഞ്ഞാപ്പൂനി ഇങ്ങനെ പൊട്ടൊക്കെ വെച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കൊച്ചു സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ അവിടുത്തെ അമ്മ എപ്പോഴും പറയാം കുട്ടിക്ക് കണ്ണെഴുതി പൊട്ട് വെച്ച് കൊടുക്കണില്ല എന്ന്. പക്ഷേ ഇവൾ സമ്മതിക്കില്ല. പിന്നെ ഇവിടെയും ശ്യാമേട്ടനും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഇവളെ ഇങ്ങനെ കണ്ണെഴുതി പൊട്ടൊന്നും കുത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുത്തുമ്പോൾ പറയും കൊച്ചിൻ്റെ മുഖത്ത് നിറച്ച് കരിവാരി തേച്ചു എന്ന് പറയും കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പൊന്നൂസ് ചില സമയങ്ങളിലേ സമ്മതിക്കുള്ളൂ എഴുതി കൊടുക്കാൻ. പക്ഷേ ചില സമയത്ത് അവൾക്ക് കണ്ണൊക്കെ വരച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവൾ സമ്മതിക്കൂല. മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യും അവൾ നല്ലോണം. പക്ഷെ ആൾ സമ്മതിക്കേയില്ല കേട്ടോ. ഭയങ്കര കുറുമ്പാണേ. പിന്നെ ഞാൻ വെള്ളം മുക്കിയൊക്കെ ആദ്യമൊക്കെ ഒന്ന് നനച്ചു. താഴേന്ന് പുഴയിൽ നിന്ന് വെള്ളം മുക്കി കയറി വരണം കേട്ടോ. എന്നിട്ട് വേണം നനയ്ക്കണമെങ്കിൽ. എവിടെയാണെങ്കിലും നമുക്ക് ഈ വെള്ളമേറ്റലൊരു പരിപാടിയാണ് എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ വെള്ളം മുക്കി കൊണ്ടുവരലൊരു പണി. പക്ഷേ ഇവിടുന്ന് കുറച്ച് അടുത്താണ് കേട്ടോ. വലിയ കുഴപ്പമില്ല. നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അത്ര കൊണ്ടുപോകണ്ട കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ വീടൊരു കുന്നിൻ്റെ മണ്ടയിലിരിക്കും പോലെ തോന്നൂലേ. ആരെങ്കിലും പെട്ടെന്ന് നമ്മളെ വീട്ടിലേക്ക് അറിയാത്ത ആൾക്കാർ നിങ്ങളെന്നെ ആരെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ പേടിച്ചു കേട്ടോ സത്യത്തിൽ. കാരണം ഞങ്ങൾ ഇത്രയും വലിയൊരു ഹൈറ്റിൻ്റെ മുകളിലിരിക്കും. താഴോട്ട് നോക്കുമ്പോൾ ഒരു വലിയ കൊക്ക പോലെ തോന്നും കേട്ടോ. അമ്മയുടെ വീട്ടിൻ്റെ അവിടെ പോയി നോക്കുമ്പോൾ വല്ലാണ്ട് അറിയാം. നമുക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റാണ്. വെള്ളത്തിൻ്റെ ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ആണ്. പിന്നെ ചീരേൻ്റെ തൈ നടാൻ വേണ്ടി ആൾ കണ്ടോ അവിടെ CCTV ഇരിക്കും പോലെ ഇരിക്കുന്നുണ്ടോ. ഇവിടെ ഫുട്ബോൾ കളി കാണാമെന്ന് എനിക്ക് തോന്നുന്നത്. ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കട്ടെ. നമ്മളെ വൈഫൈൻ്റെ കണക്ഷൻ ഇവിടം വരെ ഏകദേശം കിട്ടണുണ്ട് കേട്ടോ. ഞാനവിടെ ചീരേൻ്റെ തൈ നടാൻ വേണ്ടിയിട്ട് കൊച്ചൊന്ന് കൊത്തിക്കളക്കിണ്ട്. കാരണം ഇളക്കുള്ള മണ്ണിൽ നട്ടാലേ ചീര വേഗം വേരോടുള്ളൂ. മണ്ണൊന്ന് ഇളക്കിയിട്ടിട്ട് നടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ചീരത്തൈ എന്ന് പറഞ്ഞാൽ കുഞ്ഞു ചീരത്തൈയായിരുന്നു. അത് കുറേ പറിച്ച് നട്ട് 6 മണിയായി കേട്ടോ. 6 മണിയായപ്പോൾ ഞങ്ങൾ എന്താക്കി കുറച്ച് നട്ടിട്ട് ഇങ്ങോട്ട് പോകണു. ഞാൻ പിന്നെ ബാക്കി അവിടെ കൂട്ടി നട്ട് വെച്ചു കേട്ടോ. പിന്നെ വീട്ടിലെത്തി ഞാനെത്തി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുഞ്ഞാപ്പൂക്കുട്ടി കിടന്നുറങ്ങിയിട്ടാ. പിന്നെ ഞാൻ ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇരിക്കുന്നത് എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ്. അന്നേരം ഓക്കെ ബായ്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നാളെ കാണാം.